ഇന്റർനെറ്റ് എന്ന ആശയം യഥാർത്ഥത്തിൽ സൈനികാവശ്യങ്ങൾക്ക് വേണ്ടി കണ്ടുപിടിച്ചതാണ് എന്ന് ഇന്നും പലർക്കും അജ്ഞാതമായൊരു കാര്യമാണ്. അതുപോലെ തന്നെ സെൽഫോണുകളും ഹംവി പോലെയുള്ള വാഹനങ്ങളും സൈനികാവശ്യങ്ങൾക്കായി തന്നെ കണ്ടുപിടിച്ചവയാണ്. വാസ്തവത്തിൽ സമൂഹത്തിന്റെ ഏറ്റവും വലിയ സാങ്കേതിക മുന്നേറ്റങ്ങളിൽ പലതും യഥാർത്ഥ സൈനിക പ്രയോഗത്തിനായി നിർമ്മിച്ചവയാണെങ്കിലും ഇവ സിവിലിയൻ ഉപയോഗത്തിനും അനുയോജ്യമാണ്. സൈനിക സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് ആയുധങ്ങളുടെ കാര്യത്തിൽ ഭാവനയ്ക്കും കഴിവുകൾക്കും അവസാനമില്ല. വാസ്തവത്തിൽ ഇന്ന് സൈന്യം വികസിപ്പിച്ചെടുക്കുന്നതോ ഉപയോഗിക്കുന്നതോ ആയ ആയുധങ്ങളിൽ പലതും സയൻസ് ഫിക്ഷൻ സിനിമകളിൽ കാണുന്നവയിൽ നിന്നും മികച്ചവയാണ്. ഇന്നത്തെ വീഡിയോയിൽ സൈനികാവശ്യങ്ങൾക്കായി നിർമ്മിക്കപ്പെട്ട 10 അത്യാധുനിക വിചിത്ര ആയുധങ്ങളെപ്പറ്റി നമുക്കൊന്ന് വിശദമായി നോക്കാം. 10-ാമതായി ഫേസർ റൈഫിൾ. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് വികസിപ്പിച്ചെടുത്ത പേഴ്സണൽ ഹാൾട്ടിംഗ് ആൻഡ് സ്റ്റിമുലേഷൻ റെസ്പോൺസ് റൈഫിൾ ശത്രുക്കളെ കൊല്ലുന്നതിനു പകരം അവരെ വഴിതെറ്റിക്കുന്നതിനും സ്തംഭിപ്പിക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു മാരകമല്ലാത്ത ആയുധമാണ്. ഒരു ലൈറ്റ് അധിഷ്ഠിത തോക്കായ ഫേസർ സൈനികരുടെയും അമേരിക്കൻ നിയമപാലകരുടെയും ഉപയോഗത്തിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഫോക്കസ്ഡ് ലേസർ ബീമുകൾ ഉപയോഗിച്ച് ഈ തോക്ക് ശത്രുക്കളെ താൽക്കാലികമായി അന്ധരാക്കുന്നു. മാറി മാറി വരുന്ന തരംഗ ദൈർഘ്യത്തിൽ പ്രവർത്തിക്കുന്ന തോക്കിലെ ലേസർ ലൈറ്റുകൾ തങ്ങളുടെ ശത്രുക്കളെ വഴിതെറ്റിക്കുന്നതിനായി സഹായിക്കുന്നു. ഈ ആയുധത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ലേസർ ലൈറ്റ് ആളുകളുടെ കാഴ്ചശക്തിക്ക് ശാശ്വതമായ കേടുപാടുകൾ വരുത്തുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 9-ാമതായി ഗോൾഫ് ബാൾ ഗ്രനേഡുകൾ. ഇപ്പോൾ ഉപയോഗത്തിലില്ലെങ്കിലും ഗോൾഫ് ബാൾ ഗ്രനേഡുകൾ എന്നും അറിയപ്പെടുന്ന V40 ഫ്രാഗ്മെന്റേഷൻ ഗ്രനേഡുകൾ 1960-കൾ മുതൽ 1980-കളുടെ മധ്യം വരെ അമേരിക്കൻ സൈന്യം ഉപയോഗിച്ചിരുന്നു. ഈ ഗ്രനേഡിന് ഒരു ഗോൾഫ് ബാളിന്റെ വലിപ്പമേ ഉണ്ടായിരുന്നു എന്നതാണ് ഈ പേര് വരാനുള്ള പ്രധാന കാരണം. ഗ്രനേഡിന് 2.5 ഇഞ്ച് ഉയരവും 1.5 ഇഞ്ച് ഡയമീറ്ററുമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതിനാൽ സൈനികർ ഈ ഗ്രനേഡിനെ മിനി ഫ്രാഗ് എന്നും വിളിച്ചിരുന്നു. ചെറിയ വലിപ്പമുണ്ടായിരുന്നിട്ടും V40 ഒരു സാധാരണ വലിപ്പത്തിലുള്ള ഗ്രനേഡിനെ പോലെ ഒരു സേഫ്റ്റി പിന്നും ലിവറും ഉപയോഗിക്കുന്നു. അതോടൊപ്പം ഗോൾഫ് ബോൾ ഗ്രനേഡുകൾ 5 മീറ്റർ ചുറ്റളവ് വരെ മാരകവും 300 മീറ്റർ വരെ അപകടകരവുമാണ്. ആയുധത്തിന്റെ ഈ ചെറിയ വലിപ്പം സൈനികരുടെ ഉപയോഗത്തിന് അപകടകരമായതിനാൽ V40 ഗ്രനേഡുകൾ പിന്നീട് നിർത്തലാക്കപ്പെട്ടു. 8-ാമതായി കോർണർ ഷോട്ട് റൈഫിളുകൾ. യുദ്ധത്തിൽ സൈനികർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് കോർണറുകളിൽ ആയുധങ്ങൾ ഉപയോഗിക്കാനും ഫയർ ചെയ്യാനുമുള്ള കഴിവ്. നഗര ക്രമീകരണങ്ങളിൽ പലപ്പോഴും നടക്കുന്ന ആധുനിക യുദ്ധത്തിൽ ഇത് പ്രത്യേകിച്ചും ബുദ്ധിമുട്ടായി ഉയർന്നു വരുന്നു. എന്നിരുന്നാലും നിലവിൽ ഇന്ത്യൻ സൈനികർക്ക് ചുറ്റും കാണാനും വെടിവെക്കാനും സഹായിക്കുന്ന ഒരു ആയുധം ഇപ്പോൾ ഉപയോഗത്തിലുണ്ട്. കോർണർ ഷോട്ട് എന്ന് വിളിക്കപ്പെടുന്ന ഈ ആയുധം സെമി ഓട്ടോമാറ്റിക് പിസ്റ്റൾ, ഗ്രനേഡ് ലോഞ്ചർ എന്നിങ്ങനെ 2 പതിപ്പുകളിലായാണ് വരുന്നത്. ആയുധത്തിന്റെ മധ്യഭാഗത്തായി സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഹിഞ്ച് ബാരലിനെ ഇടത്തോട്ടോ വലത്തോട്ടോ പിവറ്റ് ചെയ്യാൻ പ്രാപ്തമാക്കുന്നു. അതേസമയം ഹാൻഡിലും ട്രിഗറും സ്ഥിരവും നിശ്ചലവുമായി തുടരുന്നു. ആയുധത്തിൽ ഒരു ക്യാമറ ഘടിപ്പിച്ചിരിക്കുന്നത് വഴി സൈനികർക്ക് കോർണറുകളിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് കാണാൻ സാധിക്കുന്നു. കോർണർ ഷോട്ട് വളരെ ജനപ്രിയമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതിനാൽ 15 രാജ്യങ്ങളിലെ സൈനികരും നിയമനിർവഹണ ഏജൻസികളും ഇപ്പോൾ ഇവ ഉപയോഗിച്ചു പോരുന്നു. 7-ാമതായി ആക്റ്റീവ് ഡിനൈൽ സിസ്റ്റം. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ സഹായിക്കുന്നതിന് വികസിപ്പിച്ചെടുത്ത മറ്റൊരു മാരകമല്ലാത്ത ആയുധമാണ് ആക്റ്റീവ് ഡിനൈൽ സിസ്റ്റം എന്നത്. ഒരു അദൃശ്യ വൈദ്യുത കാന്തിക റേഡിയേഷൻ പുറപ്പെടുവിക്കുന്നത് വഴി ആളുകളുടെ ചർമ്മത്തിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നതിലൂടെ അവരെ പിരിച്ചുവിടാൻ സൈന്യത്തെ ഈ സിസ്റ്റം സഹായിക്കുന്നു. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ ഗുഡ് ബൈ എഫക്ട് എന്നും ശാസ്ത്രജ്ഞർ ഹീറ്റ് റേ എന്നും വിളിക്കപ്പെടുന്ന ആക്റ്റീവ് ഡിനൈൽ സംവിധാനത്തിന് ഒരു വ്യക്തിയുടെ ചർമ്മത്തിലെ ജലതന്മാത്രകളെ 1/2 കിലോമീറ്റർ അകലെ നിന്ന് 55 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കാൻ കഴിയും. കണ്ണീർ വാതകം, ജലപീരങ്കികൾ, റബ്ബർ ബുള്ളറ്റുകൾ തുടങ്ങിയ മാരകമല്ലാത്ത ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്ന രീതികൾക്കൊപ്പം ഈ സംവിധാനം ഒടുവിൽ ഉപയോഗിക്കുമെന്ന് സുരക്ഷാ വിദഗ്ധർ പ്രതീക്ഷിക്കുന്നു. 6-ാമതായി ഡിജിറ്റൽ റിവോൾവർ. അർമാറ്റിക്സ് ഡിജിറ്റൽ റിവോൾവർ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിൽ നിന്നും വന്നതുപോലെ കാണപ്പെടുന്നു. ഈ റിവോൾവറിന്റെ ഒരു പതിപ്പ് അടുത്തിടെ ഒരു ജെയിംസ് ബോണ്ട് സിനിമയിൽ ഫീച്ചർ ചെയ്തിരുന്നു. ഈ ഫ്യൂച്ചറിസ്റ്റിക് പിസ്റ്റളിന് ഒരു ഡിജിറ്റൽ സുരക്ഷാ സംവിധാനമുണ്ട്. തോക്കിലേക്ക് അൺലോക്ക് സിഗ്നൽ അയക്കുന്ന ഒരു പ്രത്യേക റിസ്റ്റ് വാച്ച് ഓപ്പറേറ്റർ ധരിച്ചാൽ മാത്രമേ ഈ റിവോൾവർ പ്രവർത്തനരഹിതമാക്കാനും പ്രവർത്തിപ്പിക്കാനും കഴിയുകയുള്ളൂ. ഇതിനർത്ഥം തോക്ക് ഉടമയ്ക്ക് മാത്രമേ ഉപയോഗിക്കാൻ കഴിയുള്ളൂ എന്നതാണ്. കൂടാതെ റിവോൾവർ അതിന്റെ ഉടമയ്ക്കെതിരെ ഉപയോഗിക്കാൻ കഴിയില്ലെന്നും ഈ സംവിധാനം ഉറപ്പാക്കുന്നു. ഈ സമീപനം ഭാവിയിലേക്കുള്ള വഴിയാണെന്നും തോക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള മികച്ച മാർഗമാണെന്നും പല തോക്ക് വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു. എന്നാൽ ഈ ഡിജിറ്റൽ റിവോൾവർ എത്രത്തോളം വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു എന്നത് കണ്ടറിയുക തന്നെ വേണം. 5-ാമതായി റെയിൽ ഗൺ. 1994-ൽ ഇന്ത്യയുടെ DRDOയുടെ ആയുധ ഗവേഷണ വികസന സ്ഥാപനം 240 കിലോ ജൂളുള്ള ഒരു റെയിൽ ഗൺ വികസിപ്പിച്ചെടുത്തു. 5 കിലോ വോൾട്ട് പവറിൽ പ്രവർത്തിക്കുന്ന കുറഞ്ഞ ഇൻഡക്ടൻസ് കപ്പാസിറ്റർ ബാങ്കിന് 3 മുതൽ 3.5 ഗ്രാം ഭാരമുള്ള പ്രൊജക്ടൈലുകൾ 2000 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ വിക്ഷേപിക്കാൻ കഴിയും.
യുദ്ധക്കപ്പലുകളുടെ സംരക്ഷണത്തിനും വിമാനവിരുദ്ധ മിസൈൽ വിരുദ്ധായുധങ്ങളായും ഇത് ഉപയോഗിക്കാൻ നാവികസേന പദ്ധതിയിടുന്നു. അതോടൊപ്പം റെയിൽ ഗൺ വളരെ ശക്തമായതിനാൽ ഇതിനൊരു സ്പേസ് ഷിപ്പിനെ പോലും ഭ്രമണപഥത്തിലെത്തിക്കാനുള്ള കഴിവുണ്ട്. കൂടാതെ റെയിൽ ഗണ്ണിന് ഓഫ് ഷോറിൽ നിന്നൊരു മുഴുവൻ യുദ്ധഭൂമിയിലും ഫയർ ചെയ്യാൻ കഴിയും. രസകരമായ വസ്തുത എന്തെന്നാൽ ബാക്ക് ടു ദ ഫ്യൂച്ചർ എന്ന സിനിമയിലെ ഡെലോറിയൻ ടൈം മെഷീനെ പവർ ചെയ്ത ഉപകരണത്തിന്റെ പേരായ ഫ്ലക്സ് കപ്പാസിറ്റർ എന്ന ഉപകരണമാണ് DRDOയുടെ റെയിൽ ഗണ്ണിനെ ആന്തരികമായി പ്രവർത്തിപ്പിക്കുന്നത്. നാലാമതായി ക്വാണ്ടം സ്റ്റെൽത്ത്. പ്രിഡേറ്റർ എന്ന സിനിമ കണ്ടവർക്ക് പ്രിഡേറ്ററിന് ചുറ്റുമുള്ള കാടിന്റെ പരിസ്ഥിതിയിൽ ലയിക്കാൻ അദൃശ്യമായ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ എങ്ങനെ ഉപയോഗിക്കാൻ കഴിഞ്ഞുവെന്ന് ഓർമ്മയിൽ വരും. ഈ സാങ്കേതിക വിദ്യ ഇപ്പോൾ അമേരിക്കൻ സൈന്യത്തിൽ വികസനത്തിന്റെ വിപുലമായ ഘട്ടത്തിലാണ്. ക്വാണ്ടം സ്റ്റെൽത്ത് എന്ന് വിളിക്കപ്പെടുന്ന ഈ സാങ്കേതിക വിദ്യ അത് മറയ്ക്കുന്ന വസ്തുവിന് ചുറ്റും പ്രകാശം ബെൻഡ് ചെയ്തൊരു അദൃശ്യ വലയം ഉണ്ടാക്കുന്നു. ഇതിന്റെ ഫലമായി ആളുകളും വസ്തുക്കളും അക്ഷരാർത്ഥത്തിൽ നഗ്നനേത്രങ്ങൾക്ക് അദൃശ്യമായി മാറുന്നു. ഇന്റർനെറ്റിൽ ലഭിച്ച ക്വാണ്ടം സ്റ്റെൽത്തിന്റെ ചിത്രങ്ങൾ തികച്ചും വിചിത്രമാണ്. ക്വാണ്ടം സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ നൽകുന്ന അദൃശ്യമായ വസ്ത്രങ്ങൾ സൈനികർക്ക് തിരിച്ചറിയപ്പെടാതെ ശത്രുപ്രദേശത്തേക്ക് നുഴഞ്ഞു കയറാനും അപ്രതീക്ഷിത ആക്രമണങ്ങൾ നടത്താനും കൊലപാതകങ്ങൾ നടത്താനും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മൂന്നാമതായി ഹൈപ്പർ എനേബിൾഡ് ഓപ്പറേറ്റർ. നിരവധി സർവകലാശാലകളുടെയും ഹൈടെക് കമ്പനികളുടെയും സഹായത്തോടെ അമേരിക്കൻ സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡ് ഒരു ഹൈപ്പർ എനേബിൾഡ് ഓപ്പറേറ്റർ വികസിപ്പിച്ചെടുത്തിരിക്കുന്നു. ഇത് സൈനികർക്ക് യുദ്ധത്തിൽ ധരിക്കാനുള്ള ഒരു തന്ത്രപരമായ ആക്രമണ ലൈറ്റ് ഓപ്പറേറ്റഡ് സ്യൂട്ടാണ്. ഒരു യുദ്ധമേഖലയിൽ യുദ്ധം ചെയ്യുമ്പോൾ സൈനികർ ധരിക്കുന്ന ഒരു റോബോട്ടിക് എക്സോസ്കെലിറ്റനാണിത്. വെടിയുണ്ടകളെയും വെടിവെപ്പിനെയും നേരിടാനും അവരുടെ സുപ്രധാന അടയാളങ്ങൾ നിരീക്ഷിക്കാനും ഇരുട്ടിൽ കാണാനും ഇത് സൈനികരെ പ്രാപ്തമാക്കുന്നു. അയൺമാൻ സ്യൂട്ട് എന്നാണ് പെന്റഗൺ ഈ പദ്ധതിക്ക് നിലവിൽ പേരിട്ടിരിക്കുന്നത്. ഇതിനു പുറമെ അടുത്ത തലമുറയിലെ കോമ്പാറ്റ് സ്യൂട്ട് ലിക്വിഡ് മെറ്റലിൽ നിർമ്മിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഈ സ്യൂട്ടുകൾ ഓരോ സൈനികന്റെയും ശക്തി വർദ്ധിപ്പിക്കുമെന്നും പറക്കുന്നതൊഴികെ ബാക്കി എല്ലാ ദൗത്യങ്ങൾ ചെയ്യാനും ഈ സ്യൂട്ട് സൈനികരെ പ്രാപ്തരാക്കുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. ഈ സ്യൂട്ടിന്റെ നിരവധി പ്രോട്ടോടൈപ്പുകൾ നിലവിൽ അമേരിക്ക വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. കൂടാതെ സ്യൂട്ടിന്റെ ആദ്യ തലമുറ 2024 അമേരിക്കൻ സൈനികർക്കൊപ്പം പ്രവർത്തനക്ഷമമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. രണ്ടാമതായി സെന്റിയന്റ് അൺമാൻഡ് വെഹിക്കിളുകൾ. അമേരിക്കൻ സൈന്യം ഇപ്പോൾ തങ്ങളുടെ മനുഷ്യരെ പോലെ അക്ഷരാർത്ഥത്തിൽ ചിന്തിക്കുന്ന ആളില്ലാ വാഹനങ്ങൾ പരീക്ഷിക്കുകയാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി ആളില്ലാ വാഹനങ്ങൾ അല്ലെങ്കിൽ ഡ്രോണുകൾ എന്നറിയപ്പെടുന്നവ സൈന്യത്തിൽ കൂടുതൽ സാധാരണമായിരിക്കുന്നു. ഇവയിൽ ആളില്ലാ വിമാനങ്ങൾ മുതൽ ബോംബ് നീക്കം ചെയ്യാനുള്ള ബഗ്ഗികൾ, കടലിനടിയിലെ മിനി അന്തർവാഹിനികൾ, നിരീക്ഷണ റോബോട്ടുകൾ എന്നിവ ഉൾപ്പെടുന്നു. ഇതുവരെ ഈ ആളില്ലാ വാഹനങ്ങളിൽ ഭൂരിഭാഗവും വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉൾപ്പെടെയുള്ളവ പ്രവർത്തിപ്പിച്ചിരുന്നത് ഒരു സൈനികനോ അല്ലെങ്കിൽ സാങ്കേതിക വിദഗ്ധനോ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ആളില്ലാ വാഹനങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നത് വഴി ഒരു മനുഷ്യന്റെ സഹായമില്ലാതെ ഈ ഡ്രോണുകൾക്ക് സ്വന്തമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നു. വാസ്തവത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇപ്പോൾ സൈനിക ശാസ്ത്രജ്ഞരെ കൂടുതൽ വികസനത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ശത്രുക്കളുടെ ജീവിത മരണ തീരുമാനങ്ങൾ എടുക്കുന്ന റോബോട്ടുകളും ആളില്ലാ സൈനിക വാഹനങ്ങളും ഉടൻ തന്നെ നമുക്കുണ്ടാകുമെന്നതാണ് ഇതിന്റെ സൂചന. സൈനിക ആസൂത്രകർ ഇത് യുദ്ധത്തിൽ സൈനികരെ സുരക്ഷിതമായി നിലനിർത്താനുള്ള താല്പര്യമാണെന്ന് പറയുമ്പോൾ ഇത് റോബോട്ടുകൾക്ക് കൊല്ലാൻ ലൈസൻസ് നൽകുന്നത് പോലെയാണെന്ന് വിമർശകർ അവകാശപ്പെടുന്നു. ഒന്നാമതായി ബാറ്റ് ബോംബുകൾ. 2ാം ലോക മഹായുദ്ധ സമയത്ത് അമേരിക്ക വികസിപ്പിച്ചെടുത്ത പരീക്ഷണാത്മക ആയുധമായിരുന്നു ബാറ്റ് ബോംബുകൾ. 1000-ലധികം അറകളുള്ള ഒരു കേസിംഗ് അടങ്ങിയതായിരുന്നു ഈ ബോംബ്. ഓരോന്നിലും ഹൈബർനേറ്റിംഗ് മെക്സിക്കൻ ഫ്രീ ടെയിൽഡ് ബാറ്റ് ഷേപ്ഡ് ബോംബുകളും ചെറിയതും സമയബന്ധിതവുമായ ഇൻസെൻഡിയറി ബോംബുകളും ഘടിപ്പിച്ചിരിക്കുന്നു. ബോംബറിൽ നിന്നും ഈ ബോംബ് വിക്ഷേപിക്കുമ്പോൾ ഈ കേസിംഗ് തുറക്കുകയും ഇതിലെ ബാറ്റ് ഷേപ്ഡ് ബോംബുകൾ ചിതറി പലയിടത്തായി വീഴുകയും ചെയ്യുന്നു. അതോടൊപ്പം ടൈമർ സെറ്റ് ചെയ്തിരിക്കുന്ന ഇൻസെൻഡിയറി ബോംബുകൾ മരം ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങൾ എന്നിവയെ ഇതോടൊപ്പം തകർക്കുന്നു. പ്രോജക്ട് എക്സറ എന്ന കോഡ്നാമം ഉപയോഗിച്ച് 1943 ഓഗസ്റ്റിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവി ഈ ബോംബുകളുടെ നിയന്ത്രണം ഏറ്റെടുത്തിരുന്നു.